ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ കളി ഷംറാസ്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഞാൻ എക്സസൈസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്ത ഒരു പോസ്റ്റിന് താഴെ ഒരു സഹോദരൻ്റെ ഒരു പ്രതികരണം കണ്ടു. എടാ ഊളെ, നിനക്കൊന്ന് അടങ്ങി നിന്ന് സംസാരിച്ചൂടെ എന്ന്. ഒരുപക്ഷെ അദ്ദേഹത്തിന് മറ്റൊരു രീതിയിൽ എന്നോട് പ്രതികരിക്കാമായിരുന്നു. അല്ല സാറേ, നിങ്ങൾക്കൊന്ന് അടങ്ങി നിന്ന് സംസാരിച്ചൂടെ എന്ന് പ്രതികരിക്കാൻ. പക്ഷെ അദ്ദേഹം ഉപയോഗിച്ച ഭാഷ അതെന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നൊരു ഭാഷയായിരുന്നു. അത്തരം ഒരുപാട് പ്രതികരണങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് നേരിടേണ്ടി വരും. പല വ്ളോഗേഴ്സും അങ്ങനത്തെ മറ്റുള്ള ഇത്തരം കാര്യങ്ങളുടെ പേരിൽ അത് ഉപേക്ഷിച്ച് പോകാറുണ്ട്. പലർക്കും തോന്നിയിട്ടുണ്ടാവും ഞാൻ എന്താണ് ഇങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ട് ഓരോരോ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നതെന്ന്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയുന്നവർക്കറിയാം, ഞാൻ വളരെ തിരക്ക് പിടിച്ച ഒരു പ്രാക്ടീസിങ് ഡോക്ടറാണ്. യൂട്യൂബിന് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെക്കുന്ന ഒരു ജീവിതമല്ല എൻ്റേത്. നിങ്ങൾക്ക് എന്നും എൻ്റെ പോസ്റ്റുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒരുപക്ഷെ യൂട്യൂബിന് വേണ്ടി തന്നെ ജീവിക്കുകയാണെന്ന്. ഒരിക്കലും അതല്ല. വളരെ കുറച്ച് സമയം ഒരു ദിവസം ഞാൻ യൂട്യൂബിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ചെയ്യുന്ന ഏതൊരു കാര്യവും വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള ഒരു ശീലം ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ പറഞ്ഞതാണ് ഡെയിലി ഞാൻ പോസ്റ്റ് ഇടുന്നത് വെച്ചാൽ അതൊരു ചലഞ്ചായിരുന്നു. ആ ചലഞ്ചിനെക്കുറിച്ച് 2-3 ദിവസം കഴിഞ്ഞ് ആ ചലഞ്ച് തീരും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയും. അപ്പോൾ ഇത്തരം ഒരു പോസ്റ്റ് കണ്ടപ്പം എൻ്റെ തലച്ചോറിൽ ഒരു ചിന്ത ഉദിക്കല്ലോ. ആ ചിന്ത ആണ് പിന്നെ എന്നെ നശിപ്പിക്കുക. നിങ്ങളൊക്കെ ഇടുന്ന പോസ്റ്റിൻ്റെ താഴെ ഓരോരുത്തർ ഓരോ കമൻ്റ് ഇടുമ്പം അതിൽ നിങ്ങൾക്ക് ഓരോ ചിന്തകൾ ഉദിക്കല്ലോ. അതിനെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ആ സഹോദരൻ്റെ എടാ ഊളെ, നിനക്കൊന്ന് അടങ്ങി നിന്ന് സംസാരിച്ചുകൂടെ എന്നുള്ള വാക്ക് കേട്ടപ്പം എന്തൊക്കെ ചിന്താവൈകല്യങ്ങൾ എന്നിൽ വന്നത്. ഒന്ന്, എന്നെക്കുറിച്ച് തന്നെ വന്നൊരു ചിന്ത, ഓൾ ഓർ നത്തിങ്. ഞാനൊന്നുമല്ല, ഈ ഒരു വാക്കാണ് ഞാനെന്ന ഒരു യാഥാർത്ഥ്യം, അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് ഞാനെന്ന ഒരു എക്സ്പ്ലനേഷൻ എൻ്റെ മസ്തിഷ്കം പെട്ടെന്ന് തലച്ചോറിലേക്ക് എഴുതി കൂട്ടിയാണ് ചിന്തകളായിട്ട്. അതിനനുസരിച്ച് എൻ്റെ ഇതിൽ മാറ്റങ്ങൾ വരും. എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ പ്രതികരണത്തിൽ, ആ നിമിഷത്തെ എൻ്റെ ജീവിതത്തിലൊക്കെ മാറ്റങ്ങൾ വരികയാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മളൊരു വികാരം ഡെവലപ്പ് ചെയ്യുന്നത്. ആ വികാരം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള അതിൻ്റെ പ്രതികരണങ്ങൾ വരുന്നത്. അതിനനുസരിച്ചാണ് പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി മാറി മറിയുന്നത്. കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മളതിൽ ഡിസ്റ്റർബ്ഡ് ആവും അല്ലേ. പിന്നെ കാറ്റസ്ട്രോഫിക് തിങ്കിങ് എന്നാണ്. കാറ്റസ്ട്രോഫൈസ് ചെയ്യുക. ഒരു ചെറിയൊരു എവൻ്റ്, ഏതോ ഒരു വ്യക്തി, ഞാൻ അറിയാത്തൊരു വ്യക്തി എന്നെ കൂട്ടിയിട്ടൊരു പോസ്റ്റിനെ കുറിച്ച് ഞാനിങ്ങനെ ഭീകരവൽക്കരിച്ച് കാണുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ഭീകരവൽക്കരണം നടത്തേണ്ട ഒരു സംഭവമാണത്. ഒരു വ്യക്തി അത് അവരുടേതായ ഒരു സാഹചര്യത്തിലൊരു പോസ്റ്റ് ഇട്ടു. അതിനെ ഞാൻ ഭീകരവൽക്കരിച്ച് കാണാൻ പാടില്ല. അതൊരു ചിന്താ വൈകല്യമാണ്. നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനെ ഭീകരവൽക്കരിച്ചിട്ട് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ആകാശം നിറയെ അത് കാർമേഘങ്ങളെപ്പോലെ അതങ്ങ് പടർന്നു നിൽക്കും. ആ എവൻ്റല്ല, എടാ ഊളെ, നീ അടങ്ങി നിന്ന് സംസാരിക്കടാ എന്നുള്ള ആ ഒരു വചനമല്ല എന്നെ ഡിസ്റ്റർബ് ചെയ്യുക. ആ വചനത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു കൂട്ട കാര്യമാണ് ഈ കാറ്റസ്ട്രോഫിക്കായിട്ട് ഒരു വലിയ ഭൂകമ്പം പോലെ എൻ്റെ ജീവിതത്തെ തകർത്ത് കളയുന്നത്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായി. പിന്നെ മറ്റൊന്നൊരു മൈൻഡ് റീഡിങ് ഞാൻ നടത്തുകയാണ്. ആ പ്രസ്താവന ഇറക്കിയ വ്യക്തിക്ക് എന്നോടെന്തോ ഒരു വ്യക്തി വൈകാരിയുണ്ട്, അല്ലെങ്കിൽ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള എന്തൊക്കെയോ ചിന്തകൾ ഞാൻ ചിന്തിച്ചു കൂട്ടുകയാണ്. ഒരുപക്ഷെ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചികിത്സയ്ക്ക് വന്നൊരു വ്യക്തിയായിരിക്കും. അദ്ദേഹത്തിന് എന്തോ ഒരു അനുഭവം ഉണ്ടായതിൽ ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്നെ ഒരു ഭീകരനായിട്ട് കാണുന്നുണ്ടാവാം. ഇതൊക്കെ ഞാൻ ചിന്തിക്കുകയാണ്, മൈൻഡ് റീഡിങ് നടത്തുകയാണ്. പിന്നെ ഞാൻ ചിന്തിക്കുകയാണ്, ഊളെ എന്നുള്ളൊരു വാക്ക് അദ്ദേഹം പ്രയോഗിച്ചപ്പോൾ അദ്ദേഹം കഞ്ചാവിൻ്റെയോ അല്ലെങ്കിൽ മദ്യത്തിൻ്റെയോ ലഹരിയിൽ എന്നെക്കുറിച്ച് എന്തോ പറയുകയാണ്. ഇതൊക്കെ ഞാൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ചിന്തയാണ്. ആ വ്യക്തി അപ്പോൾ കുറേ കൂട്ടുകാരോടൊപ്പം മദ്യപിച്ചു കൊണ്ടിരിക്കുകയാണ്, മദ്യപിച്ചതിൻ്റെ ഇടയിലിട്ടൊരു കമൻ്റാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് കൂട്ടുകയാണ്. ഒരുപക്ഷെ അതായിരിക്കില്ല സത്യം. ഒരുപക്ഷെ അതൊന്നും ഒരു തമാശ രൂപത്തിലായിരിക്കാം ആ വ്യക്തി പറഞ്ഞത്. ഓക്കെ, അതും നമ്മുടെ ചിന്താ വൈകല്യമാണ്. നമ്മുടേതായ രീതിയിൽ നമ്മുടെ ചിന്തകളെ കൊണ്ട് മറ്റുള്ളവരെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ പേരാണ് മൈൻഡ് റീഡിങ്. പിന്നെ അദ്ദേഹം ഒരു കമൻ്റ് ഇട്ടു. ഞാൻ എന്തൊരു പോസ്റ്റാണ് അതിലൂടെ ഇട്ടത്. ആ പോസ്റ്റ് ഒരു പോസിറ്റീവായൊരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. ആ ഒരു കമൻറ്റ്, എടാ ഊളെ, നീ ഒന്ന് അടങ്ങി നിന്ന് സംസാരിച്ചൂടെ എന്നുള്ള ഒരു വാക്ക് എന്നിൽ ആ ഒരു പോസിറ്റീവായിട്ട് ഞാൻ ചെയ്ത ആ ഒരു കാര്യത്തെ പോലും പറ്റെ ഡിലീറ്റാക്കി കളയുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളുണ്ടായി. അതിനപ്പുറത്ത് എത്രയോ ആൾക്കാർ
അതിനെ അപ്രിസിയേറ്റ് ചെയ്തതെല്ലാം ഞാൻ മറന്നു. അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആ പോസിറ്റീവിനെ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണ്. അതും ഒരു തിങ്കിങ് എററാണ്, നമുക്ക് സംഭവിച്ചു പോകുന്നതാണ്. എനിക്ക് മാത്രമല്ല, ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഊളെ എന്ന് വിളിച്ച ആ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കാനല്ല. ആ വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല, ആരാണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടുമില്ല, അതെനിക്ക് അന്വേഷിക്കേണ്ട കാര്യവുമില്ല. കാരണം എന്താണ്? ആ വ്യക്തിയല്ല ഇവിടെ പ്രാധാന്യം. ഇതുപോലെ വിമർശനത്തിന് വിധേയരാവുന്ന, ഇതിൻ്റെ ഒരുപാട് പോസ്റ്റിൻ്റെ പേരിൽ വിഷമിക്കുന്ന മനുഷ്യർക്ക് ആശ്വാസത്തിൻ്റെ വചനങ്ങളാവുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഈ ഒരു പോസ്റ്റിൻ്റെ പ്രാധാന്യം. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇത്തരം മേഖലകളിൽ നമ്മൾ ചെയ്തു പോകുന്നൊരു പ്രശ്നമാണ് ലാബലിങ്. ഇപ്പോൾ ആ വ്യക്തി, അദ്ദേഹം ഒരുപക്ഷെ നല്ലൊരു മനുഷ്യനായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഊളെ എന്ന് വിളിച്ചു പോയതായിരിക്കും. പക്ഷേ എൻ്റെ ചിന്തകൾ അദ്ദേഹത്തെ ലാബിൽ ചെയ്യാണ്, അദ്ദേഹം ഒരു ദുഷിച്ച മനുഷ്യനാണെന്ന്, അദ്ദേഹം ഒരു വൃത്തികെട്ട മനുഷ്യനാണ് എന്നുള്ളത് ലാബലിങ് നടത്തുകയാണ്. അതും ശരിയല്ല. അദ്ദേഹം നല്ല മനുഷ്യനായിരിക്കും. അത് എൻ്റെ ചിന്തകളിലെ എററാണത്, തിങ്കിങ് എറർ, ഡിസ്റ്റോഷൻ എന്ന് പറയാം, തോട്ട് ഡിസ്റ്റോഷൻസ്. ആ ഡിസ്റ്റോഷനിൽ പെട്ട ഒന്നാണത്. ഞാൻ അദ്ദേഹത്തെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഇത്തരം എന്തെങ്കിലും പോസ്റ്റുകളും എന്തെങ്കിലും സാഹചര്യം വരുമ്പോഴൊക്കെ നമ്മുടെ ചിന്തകൾ ഇതുപോലുള്ള ട്രാപ്പിൽ നമ്മൾ പെടുത്തിക്കളയും. ആ ട്രാപ്പിൽ നിന്ന് മോചിതരാവാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊരു ഇവൻറ്റിനെ നമ്മളെ ചിന്തകളെ കൊണ്ട് തന്നെ റീഫ്രെയിം ചെയ്യണം. കുറച്ച് നേരം അതിൽ ഒരു എമോഷണൽ ബോംബ്ലാസ്റ്റ്, ഒരു വൈകാരികമായിട്ടുള്ളൊരു ബോംബ്ലാസ്റ്റ് ഉണ്ടാക്കിയെങ്കിലും, എന്നെ അസ്വസ്ഥമാക്കിയെങ്കിൽ പിന്നീട് അതിൽ നിന്ന് പാഠം പഠിക്കാൻ ഞാൻ തയ്യാറായി. ഞാൻ തന്നെ ചിന്തിച്ചു, എന്തിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ വിഷമിക്കുന്നത്? ഏതോ ഒരു അപരിചിതൻ എന്നെ ഊളെ എന്ന് വിളിച്ചതിനാണോ? അല്ല, എന്നെ ഊളെ എന്ന് വിളിച്ചതിനെക്കുറിച്ച് ഞാൻ എന്താണോ ചിന്തിച്ചത്, ആ ചിന്തയിൽ നിന്നാണ് എൻ്റെ പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഈ ചിന്തയെ ഞാൻ മാറ്റി പറയണം. അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് എന്തൊക്കെ ഗുണങ്ങൾ പഠിക്കണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ വീഡിയോ വളരെ ക്ലോസ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നതിന് പകരം ഇന്ന് എക്സസൈസ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ്. കാരണം അദ്ദേഹം ആ പോസ്റ്റ് ഇടുമ്പോൾ അദ്ദേഹത്തിന് തോന്നിക്കാണും ഞാനിങ്ങനെ ചലിച്ചുകൊണ്ട് ചെയ്യാണ് എന്ന്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെയും യൂട്യൂബ് ചാനലിൻ്റെ താഴെയും ഇനി നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലാണെങ്കിലും ഇതുപോലുള്ള ഒരുപാട് നിങ്ങളെ വിഷമിപ്പിച്ച പ്രതികരണങ്ങൾ വന്നിട്ടില്ലേ? ആ പ്രതികരണങ്ങൾ നിങ്ങൾ മുന്നിലോട്ട് വെച്ച വ്യക്തികളെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ അതിനെക്കുറിച്ച് എങ്ങനെ ചിന്തിച്ചു എന്നുള്ളതും ആ ചിന്തയെ നിങ്ങളെങ്ങനെ റീഫ്രെയിം ചെയ്തു എന്നുള്ളതും നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുക. ഈ ഒരു വിഷയത്തിൽ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ബേസ്ഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒരു മെഡിക്കൽ ഡോക്ടറും സൈക്കോളജിയും കൗൺസിലിംഗ് NLP ഇൻട്രസ്റ്റ് കൊണ്ട് പഠിച്ച ഒന്നൊരു വ്യക്തി എന്ന നിലയിൽ ഈ വിഷയത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് ചർച്ച ചെയ്യാനുള്ള സമയപരിധി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ടി വരുന്നത്. കാരണം എക്സസൈസ് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും മുടക്കാൻ പറ്റില്ല. അപ്പം എക്സസൈസ് ചെയ്തുകൊണ്ട് ഞാനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് എക്സസൈസിൻ്റെ സമയം നഷ്ടപ്പെടുകയില്ല, നിങ്ങളോട് ഈ കാര്യം പങ്കുവെക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഞാൻ സ്വീകരിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് ജാട കാണിക്കാനോ എനിക്ക് വലിയൊരു സംഭവമാണെന്ന് കാണിക്കാനോ ഒന്നുമല്ല. എനിക്ക് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വലിയൊരു വരുമാനം അതിലൂടെ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹവും എനിക്കില്ല. ഇപ്പം ഇതൊരു നമ്മുടെ ഹോബിയാണ്. യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഹോബിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതുപോലെ ഹോബികളുണ്ടാവും, നമുക്ക് ഒരുപാട് ഇക്കിഗായികളുണ്ടാവും. ഇക്കിഗായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് താല്പര്യമുള്ള കാര്യം, എന്നാൽ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റും ഉണ്ട്. അതിലൂടെ നമ്മൾ പേഴ്സണലി ഡെവലപ്പ് ചെയ്യുന്നൊരു കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ടീച്ച് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഇക്കിഗായിയാണ്. അതുകൊണ്ടാണ് എനിക്ക് ചിലപ്പം ഒരുപാട് വരുമാനം കിട്ടുന്ന ഒരു എക്സ്ട്രാ ഡ്യൂട്ടി ടൈം പോലും മിസ്സ് ചെയ്തുകൊണ്ട് ഇത്തരം വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിലനിൽക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ആ സമയം വേണമെങ്കിൽ എക്സ്ട്രാ ഡ്യൂട്ടി എടുത്തിട്ട് കുറച്ച് എക്സ്ട്രാ ക്യാഷ് ഉണ്ടാക്കാം. പക്ഷേ ഞാൻ അതിന് ശ്രദ്ധിക്കാതെ, ആ ക്യാഷ് ഉണ്ടാക്കുന്നതിലേക്ക് ശ്രദ്ധിക്കാതെ, അത്തരം ക്യാഷ് ഉണ്ടാക്കാനുള്ള അഭ്യർത്ഥനകളെ പോലും നിരസിച്ചുകൊണ്ട് ഇത്തരം വീഡിയോകൾക്ക് വേണ്ടി നിലനിൽക്കുന്നൊരു പതിവാണുള്ളത്. അത് ഇക്കിഗായിക്ക് വേണ്ടിയാണ്. ഇക്കിഗായി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതം മനുഷ്യകുലത്തിനും നമ്മുടെ ജന്മത്തിനും നൽകുന്ന ഒരു ഒരു വജ്രക്കല്ലാണ്. ഓക്കെ, ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു. ബൈ.